നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കയ്യേറിയത് തിരിച്ചു പിടിക്കാനുള്ള നടപടി വേഗത്തിലാക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു പറഞ്ഞു. എടപ്പാളിൽ ശുഭപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്ത വിശദമായി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കയ്യേറിയത് തിരിച്ചുപിടിക്കാനുള്ള നടപടി വേഗത്തിലാക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു പറഞ്ഞു. എടപ്പാളിൽ ശുഗപുരം ദക്ഷിണമൂർത്തി ക്ഷേത്രത്തിൽ കേരള ടെമ്പിൾ വെൽഫെയർ ഡെവലപ്മെന്റ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കുറ്റിപ്പാല സ്വദേശി വേദപുരത്ത് വാര്യത്ത് ഡോക്ടർ ശിവശങ്കരൻ USA നിർമ്മിച്ചു നൽകിയ ദക്ഷിണമൂർത്തി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1400-ലധികം ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ഐതിഹ്യം കൊണ്ടും അതുപോലെ തന്നെ ചരിത്രം കൊണ്ടും ഏറെ പ്രശസ്തി ആർജിച്ച ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ ആ മഹാക്ഷേത്രങ്ങളുടെ ഏറ്റവും മുകളിൽ മഹാക്ഷേത്രം എന്നുള്ള ആ ഒരു സങ്കല്പം തന്നെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഇവിടെ തലകൾക്ക് നിൽക്കുന്ന ഈ ക്ഷേത്രം, ഞാൻ ആദ്യമായി ഇവിടെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് ഇതിനു മുമ്പ് ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ സമയത്ത് ഈ മലബാർ ദേവസ്വം ബോർഡിൻ്റെ തിരൂർ ഡിവിഷനിലെ ഈ മേഖലയുടെ ഡിവിഷൻ കമ്മിറ്റിയുടെ കയ്യേറിയ ക്ഷേത്രഭൂമികളെക്കുറിച്ച് കൃത്യമായ വിവരം ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യപടിയായി ഇത്തരത്തിൽ കയ്യേറിയ ഭൂമിയുടെ പട്ടയം റദ്ദു ചെയ്യാനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. പന്തല്ലൂരിൽ കയ്യേറിയ 400 ഏക്കർ ക്ഷേത്രഭൂമി മലബാർ ദേവസ്വം ബോർഡ് തിരിച്ചുപിടിച്ചത് ഇതിന് തെളിവാണ്. ഈ ഭൂമി തിരിച്ചുപിടിച്ചതോടെ പന്തല്ലൂർ ക്ഷേത്രത്തിന് ഒരു വർഷം 35 ലക്ഷം രൂപയുടെ വരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ LDF സർക്കാർ വന്നതിനു ശേഷം 10 വർഷത്തിനിടെ കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് നടത്തിയത്. ക്ഷേത്രങ്ങളുടെ പുരോഗതിക്കും ജീവനക്കാരുടെ ഉന്നമനത്തിനും വലിയ ഇടപെടലാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും OK വാസു പറഞ്ഞു. സാംസ്കാരിക സമ്മേളനം ദക്ഷിണമൂർത്തി ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സമ്മേളനമാണ് ഇപ്പോൾ. വിശപ്പാണല്ലോ ഏറ്റവും വലിയ വിഷയം. നിങ്ങൾക്കറിയാം, കാർൽ മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റലിൽ പറയുന്നത് ആദ്യം, അതിവിടെ പറയുമ്പോൾ എല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കും. നമ്മളെല്ലാം പഠിക്കണം, അപ്പോഴാണല്ലോ നമ്മൾ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C രാമകൃഷ്ണൻ അധ്യക്ഷനായി. ദക്ഷിണമൂർത്തി ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ ഇങ്ങനെ ഒരു കെട്ടിടം പണിത് ക്ഷേത്രത്തെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള വേദപുരത്ത് ഡോക്ടർ ശിവശങ്കരൻ MD അവരുടെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ നാട്ടിലെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുകയും പരമാവധി സഹായം നൽകി സഹായിക്കുകയും ചെയ്യുന്ന അപൂർവ വ്യക്തിത്വങ്ങളിൽ ചടങ്ങിൽ കേരള ടെമ്പിൾ വെൽഫെയർ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും നടന്നു. ഡോക്ടർ നാറാസ് ഇട്ടിരിവി നമ്പൂതിരി, ബദ്രിനാഥ് ക്ഷേത്രം മുൻ റാവൽജി ഈശ്വരപ്രസാദ് നമ്പൂതിരിപ്പാട്, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബിജു, മലബാർ ദേവസ്വം ബോർഡ് ഏരിയ ചെയർമാൻ ബേബി ശങ്കർ, മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ KK പ്രമോദ്, മലബാർ ദേവസ്വം ബോർഡ് അംഗം KN ഉദയൻ, വാസുദേവൻ നമ്പൂതിരി, ദക്ഷിണമൂർത്തി ക്ഷേത്രം മുൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ സദാനന്ദൻ കാരാട്ട്, ഡോക്ടർ അരുൺ രാജ്, കുട്ടികൃഷ്ണൻ നായർ, ചന്ദ്രസ്വാമി, അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ, അനൂപ് ശങ്കർ, അനന്തനാരായണൻ, വേദപുരത്ത് ശിവപ്രകാശ്, ഭവത്രാധൻ, PS രാജേഷ്, EV അനീഷ്, മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. വേദപുരത്ത് സത്യനാരായണൻ സ്വാഗതവും ശുഗപുരം ദക്ഷിണമൂർത്തി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു.
നമോ വാചേയാചോദിതായ ചാനുദിതാതസ്യൈ വാചേ നമോ നമോ വാചേ നമോ വാചസ്പതയേ നമഃ ഋഷിഭ്യോ മന്ത്രഹൃദ്ഭ്യോ മന്ത്രപതിഭ്യോ മാമാമൃഷയോ മന്ത്രഹൃതോ മന്ത്രപതയഃ പരാദൂ. എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണക്കാരനായ ശുഭകരം ദക്ഷിണാമൂർത്തി പരമശിവന് ക്ഷേത്രം അനുദിനം അഭിവൃദ്ധിയിലേക്ക് ഉയരട്ടെ എന്ന പ്രാർത്ഥനയുമായി ഭഗവാന്റെ പാദത്തിൽ ഈ കീർത്തനം ആലോചിച്ചുകൊണ്ട് ഈ ധന്യമായ വേദി ഒരുപാട് സംഗീതത്തിനും വേദത്തിനും സത്കർമ്മങ്ങൾക്കും സാക്ഷിയാവട്ടെ എന്ന പ്രാർത്ഥനയുമായി ഈ ഗാനം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. തനുമനിഷം ശങ്കരം നാദ തനുമനിഷം ശങ്കരം നാദ തനുമനിഷം ശങ്കരം നമാമി മേ മനസാ ശിരസാ നാദ തനുമനിഷം ശങ്കരം നമാമി മേ മനസാ ശിരസാ നാദ തനുമനിഷം. Sunrise Hospital. Care beyond cure.